ടി ജി, പാക് കാശ്മീരിൽ വെടിയുമ്പൊക്കെയൊക്കെയാണ്, വലിയ പ്രശ്നങ്ങളാണ്, നിരവധി പേരെ കൊലപ്പെടുത്തി. പാകിസ്ഥാൻ കാര്യമായിട്ടുള്ള മാൻ ഹണ്ടിങ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ്, ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് POK നമ്മൾ പിടിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളോട് കൂട്ടിച്ചേർക്കും. എന്താണ് അതിനിടയ്ക്ക് BLA അതിനെ ഇതാക്കാനുള്ളതിൽ അമേരിക്കയും ഒക്കെ തടഞ്ഞു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താകും ഇത്? ഈ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക. കാറ്റ് വിതച്ചത് പണ്ടാണ്, 1948. ഇപ്പോൾ പാകിസ്ഥാൻ കൊടുങ്കാറ്റ് കൊയ്യാണ്. പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, BLAയോടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, POJKയിലെ ഗ്രൂപ്പ്സിനോടും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ വെടിവയ്ക്കുന്നത്. സ്വന്തം നാട്ടിലെ ആൾക്കാരെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു സർക്കാരിന് വെടിവെച്ച് കൊല്ലേണ്ടി വരിക എന്ന് വെച്ചാൽ അത് ആ സർക്കാരിൻ്റെ ഭാഗികമായിട്ട് സർക്കാരിൻ്റെ പിടിപ്പുകേടും കൂടെയാണ്. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതല്ലാതെ ആംഡ് റിബലിയൻ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാർ ആയുധം കയ്യിലെടുത്തൊരു ഗ്രൂപ്പായിട്ട് ഭരണകൂടത്തെ തോക്കുകൊണ്ട് നേരിടുക. അപ്പോൾ ഭരണകൂടം അവിടെ തോക്കുകൊണ്ട് നേരിടും. ഇതല്ലാതെ ജനങ്ങൾ ഇളകി മറിഞ്ഞ ഒരു ആവശ്യത്തിനായിട്ട്, അത് എത്ര മോശപ്പെട്ട ആവശ്യമായിക്കോട്ടെ, ലോജിക്കില്ലാത്തതാണ്, കാര്യമൊക്കെ ശരി, പക്ഷേ ജനങ്ങൾക്കത് വേണം, അവർ ബഹളം വയ്ക്കുന്നു. അവരുടെ നേർക്ക് വെടിവെക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ ലക്ഷണമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. ഇപ്പോൾ ഭാരതം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പോയിൻ്റ് ഇതാണ്, വെസ്റ്റേൺ മീഡിയയോട് ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങൾ ഈ കാശ്മീരിൽ ഒറ്റയോ ഏതെങ്കിലും സെക്യൂരിറ്റി ഓപ്പറേഷനിൽ ഒരാൾക്ക് വെടികൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ യുണൈറ്റഡ് നേഷൻസിൽ പ്രമേയമായിട്ട് ഇറങ്ങും. നിങ്ങൾ ഇപ്പോൾ എന്ത് പറയുന്നു? ആരും ഒന്നും പറയുന്നില്ല. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനം പറ്റി ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ അവരുടെ ഒരു ഡ്യൂപ്ലിസിറ്റിയെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമ്പർ 2, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് ക്രോസ് ചെയ്ത ദിവസമാണ്. ഇന്നലെ ഒപ്പമെത്തി, ഇന്ന് ക്രോസ് ചെയ്തു. ബട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദിവസങ്ങൾ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായ കാര്യമാണ്. ആളുകൾ ജവഹർലാൽ നെഹ്റു 1964 മരിച്ചുപോയി. മരിച്ചില്ലായിരുന്നെങ്കിൽ 1967 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരും. ഒരുപക്ഷെ 67 തെരഞ്ഞെടുപ്പിലും ജയിച്ചു എന്ന് വരും. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ദൈർഘ്യവും മറ്റ് സംഭവങ്ങളും ഒക്കെ ചേർന്ന ഒരു യാന്ത്രികമായ സാധനമാണ് ഈ ദിവസങ്ങൾ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു ഘടകമുണ്ട്. യഥാർത്ഥത്തിൽ നെഹ്റുവിനെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോദി ഇപ്പോൾ ചെയ്തത് ആർട്ടിക്കിൾ 370 കാശ്മീരിലെ, അത് നെഹ്റുവിൻ്റെ സൃഷ്ടിയായിരുന്നു, നെഹ്റുവിൻ്റെ മാത്രം സൃഷ്ടിയായിരുന്നു. അംബേദ്കർ പോലും അറിയാതെ പുറകുവശത്തൂടെ ഭരണഘടനയിൽ കയറ്റിവിട്ട സാധനമാണ് ആർട്ടിക്കിൾ 370. അത് എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ മോദി ഒരു ധാർമ്മികമായ അർത്ഥത്തിൽ നെഹ്റുവിനെ ഒന്ന് കടത്തിവെട്ടി. ഇനിയിപ്പോൾ അടുത്ത കടത്തിവെട്ടലായിരിക്കും ഈ POJKയിൽ അല്ലെങ്കിൽ POKയിൽ ഉള്ള ഇടപെടൽ. അത് എങ്ങനെ വേണം? എൻ്റെ ഒരു സാധാരണക്കാരനാണില്ല. എൻ്റെ ഒരു ദൃഷ്ടിയിൽ POK ഭാരതത്തിലേക്ക് ലയിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നത് നമുക്കൊരു നഷ്ടമായിട്ട് വരും. എൻ്റെ വിലയിരുത്തൽ, സത്യസന്ധമായ വിലയിരുത്തൽ, റാഡിക്കൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യം ഇപ്പോഴും ഭാരതത്തിനായിട്ടില്ല. ശക്തമായൊരു ഭരണകൂടമുണ്ട്, പക്ഷേ ശക്തമായ ഭരണകൂടം മാത്രം പോരാ റാഡിക്കൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാൻ. മാത്രമല്ല, വെല്ലുവിളികൾ കൂടിക്കൂടി വരികയും ചെയ്യുന്നു. റാഡിക്കൽ ഇസ്ലാമിൻ്റെ ബിഹേവിയറിലെ മാറ്റങ്ങൾ, ഈ കൊറോണയൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കുമല്ലോ, ഓരോ ടെക്നിക്സ് ഇങ്ങനെ മാറ്റിയിട്ട് അതിനെ ഓവർടേക്ക് ചെയ്യുന്ന, ആ മരുന്നിനെ ഓവർടേക്ക് ചെയ്ത്, ആ വാക്സിനെ ഓവർടേക്ക് ചെയ്ത്, ഇങ്ങനെ പുതിയ വെറൈറ്റി. അതുപോലെ പുതിയ വെറൈറ്റി ടെററിസവും സംഗതിയൊക്കെ ആയിട്ടാണ് ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ പോക്ക്. അതെത്ര കണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും?
കാരണം ഏകദേശം 55 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ POKയിൽ. നമ്മൾ ആ സ്ഥലം പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം പോസിബിളാണ്. രാജ്നാഥ് സിംഗ് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ കേന്ദ്ര ക്യാബിനറ്റിൽ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം POK നമ്മൾ പിടിച്ചെടുക്കണമെന്നാണ്. ഇപ്പോഴത്തെ ഏകദേശം കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാനിങ് ഇത് പുറത്ത് പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ബട്ട് പാർലമെൻറ്റിൽ അതിൻ്റെ ഇടനാഴികളിൽ അവരുടെ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് അതും കർത്തവ്യം ചേർത്തിട്ടാണ്. എനിവേ, ഇവിടെയൊക്കെയുള്ള സംസാരങ്ങൾ കുറച്ചൊക്കെ ഞാൻ കളക്ട് ചെയ്യും ചില സുഹൃത്തുക്കൾ വഴി. അങ്ങനെ കിട്ടിയ എൻ്റെ ഇംപ്രഷൻ 2027 മോദി നെഹ്റുവിൻ്റെ അടുത്ത തെറ്റും തിരുത്തും. അത് POK തിരിച്ചു പിടിക്കലാണ്. നെഹ്റുവാണ് കാശ്മീർ കൈകാര്യം ചെയ്യാം, പട്ടേലാണ് ബാക്കി എല്ലാ നാട്ടുരാജ്യങ്ങളെയും കൂട്ടിച്ചേർത്തത് പട്ടേലാണ്. നമ്മുടെ തിരുക്കൊച്ചി വരെ മലബാർ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തത് പട്ടേലാണ്. കാശ്മീർ മാത്രം നെഹ്റു പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ നോക്കിക്കോളാം. അന്ന് പട്ടേൽ പറഞ്ഞു ജവഹർലാൽ റുവേഗ, കരയും ജവഹർലാൽ ഈ കാശ്മീരെ വെച്ചിട്ട്. അന്ന് അതുപോലെ സംഭവിച്ചു. അരുൺ ഷൂറിയുടെ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ജവഹർലാൽ റുവേഗ എന്ന് പറഞ്ഞിട്ട് ഈ ചരിത്രം മുഴുവൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഏകദേശം കാശ്മീരിൻ്റെ 1/3 ഭാഗം പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയും നെഹ്റു യുണൈറ്റഡ് നേഷൻസിൽ പോവുകയും കാശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കുകയും ഒക്കെ ചെയ്ത് കോളമാക്കി. ഇപ്പോഴും അതൊരു തലവേദനയായിട്ട് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോഴാണ് ഒരു മേജർ ഓപ്പറേഷൻ നടത്തിയിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ്മീർ തീർത്തും നമ്മുടെ ആയിട്ട് മാറി. മറ്റത് ഏത് നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയാലും ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ത്രൂ ഔട്ട് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് എഴുതുമായിരുന്നു. കാരണം ജമ്മു ആൻഡ് കാശ്മീരിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ അസംബ്ലി അപ്രൂവ് ചെയ്യണം. അപ്പോഴേ അവിടെ ക്രിമിനൽ നിയമം അവിടെ വേറെ ആയിരുന്നു. നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ്, കാശ്മീരിൽ റൺബീർ പീനൽ കോഡ്, RPC ആയിരുന്നു കാശ്മീരിൽ. ഇതൊക്കെ 370 വന്നപ്പോഴാണ് പലതും ജനങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഏകദേശം വേറൊരു രാജ്യം പോലെയാണ് കാശ്മീർ കടന്നത് ഈ 370 കാരണം. അപ്പോൾ ഇപ്പോൾ 370 കൊണ്ട് കാശ്മീർ മൊത്തം നമ്മുടെയായി, ടെക്നിക്കലി ഭരണഘടനാപരമായിട്ട് തന്നെ നമ്മുടെയായി. ഇനി ബാക്കിയുള്ളത് POKയാണ്. POK പിടിച്ചെടുക്കുന്ന ദിവസമായിരിക്കും നെഹ്റുവിനെ അടുത്ത സ്റ്റെപ്പിൽ മോദി ഓവർടേക്ക് ചെയ്യുന്നത്, വിച്ച് ഈസ് ലൈക്ലി ടു ഹാപ്പൻ ബൈ 2027. ഡെസ്പൈറ്റ് ഈ എന്നെപ്പോലെയുള്ളവരുടെ ആശങ്ക നിലനിർത്തിക്കൊണ്ട് തന്നെ ചിലപ്പോൾ പിടിച്ചെടുത്തുനിന്ന് വരും. കാരണം എൻ്റെ തന്നെ സുഹൃത്തുക്കൾ ഇത് പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുമായിട്ടും ഞാൻ ക്ലോസ് കോണ്ടാക്റ്റിലാണ്. അപ്പോൾ അവർ പറഞ്ഞു മോഹൻദാസിൻ്റെ പേടി എന്താ, റാഡിക്കൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ള ആശങ്ക. ഇതാണല്ലോ പ്രശ്നം. അല്ലാതെ POK പിടിച്ചെടുക്കണ്ട, അത് പൊക്കോട്ടെ, അവൻ കൊണ്ടുപോട്ടെ, ഇതല്ല മോഹൻദാസിൻ്റെ ഉള്ളിൽ. ഇത് പിടിച്ചെടുത്താൽ എന്താവും, എങ്ങനെ കൈകാര്യം ചെയ്യും? 55 ലക്ഷം വീണ്ടും മുസ്ലിങ്ങൾ നമ്മളെ ഇന്ത്യയിലേക്ക് ചേർക്കുന്നു. നമ്മുടെ ഡെമോഗ്രഫി മൊത്തത്തിലൊന്ന് മാറുന്നു. പ്രത്യേകിച്ച് നോർത്തേൺ സൈഡിൽ, നോർത്ത് വെസ്റ്റേൺ സൈഡിൽ, നോർത്ത് ഈസ്റ്റേൺ വേറെ പ്രശ്നങ്ങൾ നിൽക്കുന്നു. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ അവിടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വേറെ നിൽക്കുന്നു. ഇതാണ് മോഹൻദാസിൻ്റെ ആശങ്ക. ഇത് ഇഫക്റ്റീവ്ലി നമ്മൾ കൺട്രോൾ ചെയ്യും. നമ്മളാരെങ്കിലും വിചാരിച്ചിരുന്നോ ഒരു ലാർജ്ലി ഹിന്ദു ഭരണകൂടം ഇത്രയും കാലം ഭാരതത്തിൽ നിലവിൽ വരുമെന്ന്? മൻമോഹൻ സിംഗിൻ്റെയോ നരസിംഹറാവുവിൻ്റെയോ ഒക്കെ കാലത്ത് ഇറ്റ് വാസ് എ ഗോൺ കേസ്. വാജ്പേയി വന്നപ്പോഴും 24 പാർട്ടികൾ ചേർന്ന് ഒരു കോയലീഷൻ മിനിസ്ട്രിയാണ് വാജ്പേയിയുടെ. വാജ്പേയി ആയതുകൊണ്ട് മാത്രം നിലനിന്ന ഒരു സാധനമാണ്. അതിൽ വേറെ ആർക്കും ആ സാമർഥ്യമില്ല. ഇത്രയും പേര് നയിച്ചുകൊണ്ട് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാതെയുള്ള ബാലൻസിൽ പോക്ക്. എന്നിട്ട് തന്നെ
പുള്ളി ആറ്റം ബോംബ് പൊട്ടിക്കുകയും ചെയ്തു. അതായിരുന്നു വാജ്പേയിയുടെ സാമർഥ്യം. അപ്പം അത് നോക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് അത്ര വലിയ ഇപ്പോൾ ഇത്തവണ ഭൂരിപക്ഷം കിട്ടിയില്ല, 240 ഉള്ളൂ. ബട്ട് രണ്ട് അലൈസുമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. മോദിക്ക് എന്ത് ചെയ്യാനും അവർ സപ്പോർട്ടാണ്, എന്ത് വേണമെങ്കിലും. ഇൻഫാക്റ്റ് ഭൂരിപക്ഷം ഉള്ളതിനേക്കാൾ ശക്തനാണ് ഭൂരിപക്ഷം ഇല്ലാത്ത മോദി എന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ ഇതൊക്കെ വന്നത് നമ്മളുടെ ഇൻഹറൻറ്റ് സ്ട്രെങ്ത് കൊണ്ടാണ്, ഹിന്ദുത്വത്തിൻ്റെ സ്ട്രെങ്ത് കൊണ്ടാണ്. അതേസമയം മോദി ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. സത്യമല്ലേ? ഒരുപാട് പേര് അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. നിങ്ങൾ ഈ മോദി ഹിന്ദുത്വം എന്നൊക്കെ പറയും. മോദി ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താ ചെയ്തു? എന്ത് കുന്തം ചെയ്തു? ചെയ്തില്ല. ചെയ്ത് മുഴുവൻ ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഭാരതത്തിന് വേണ്ടി ചെയ്യുന്നത് തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ഉള്ള ഫീലിംഗ് ഉള്ള ഒരേ ഒരു വർഗം ഹിന്ദുവാണ് താൻ. എനിക്കൊന്നും വേണ്ട, നാടിന് വേണ്ടി നീ ചെയ്തോ, അതെനിക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഹിന്ദു സർക്കാരാണ്. സത്യത്തിൽ ഹിന്ദു മതം എടുത്തു കഴിഞ്ഞാൽ ഈ മതത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും മോദി ചെയ്തിട്ടില്ല. അപ്പോൾ കാശി കോറിഡോർ ഉണ്ടാക്കി, രാമേശ്വരത്തുണ്ടാക്കി, അത് ചെങ്കോൽ, ഇതൊക്കെ ശരി, ഇതൊക്കെ ഒരു സിംബോളിക്കല്ലേ? ഏത് സർക്കാരും ചെയ്യേണ്ടതാണ്. വാരാണസിയെ അവഗണിക്കാൻ പറ്റുമോ ഒരു കേന്ദ്ര സർക്കാരിന്? മാത്രമല്ല മോദിയെ ജയിപ്പിച്ചു വിട്ട സ്ഥലവും കൂടെയാണിത്. അവിടെ ക്ലീൻ ചെയ്തൊരു കോറിഡോർ ഉണ്ടാക്കി മനുഷ്യർക്ക് നേരെ ശ്വാസം വിട്ട് നടക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി, അതാണ് ഇത്ര വലിയ കാര്യം. അത് ഹിന്ദു സമൂഹത്തിന് വേണ്ടി ചെയ്തല്ലോ. പൊതുവേ ഉത്തർപ്രദേശിലെ ആൾക്കാർക്ക്, പിന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇപ്പോൾ എല്ലാം സൗകര്യം കിട്ടുന്ന ഏർപ്പാടാണ്. ഇപ്പോൾ ഹിന്ദുവിന് മാത്രം എന്ന് പറഞ്ഞ് ഒരു സൗജന്യവും മോദി ചെയ്തിട്ടില്ല. അതേസമയം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ സൗജന്യം ചെയ്തിട്ടുണ്ട് താനും. ബട്ട് സ്റ്റിൽ വി ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് എ ഹിന്ദു ഗവൺമെൻറ്, ബിക്കോസ് ഈ മനുഷ്യൻ ചെയ്യുന്നത് മുഴുവൻ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദു സാറ്റിസ്ഫൈഡായി. ഈ ഒരു ഇക്വേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് ഇങ്ങനെ നിലവിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അതുപോലെ റാഡിക്കൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മുടേതായ മാർഗങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അവരുടെ വാദം പറഞ്ഞതേ ഉള്ളൂ, ഞാനിതിൽ കൺവിൻസ്ഡ് അല്ല കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു, ലുക്ക് അറ്റ് ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്. നമ്മളെപ്പോലെയോ അതിൽ കൂടുതലോ സാമർഥ്യമുള്ള ആൾക്കാരാണ്. ഒന്നാം തരം പാരവെപ്പുകാരാണ്. രണ്ടുപേരെ തമ്മിലടിപ്പിക്കാനുള്ള മാർഗ്ഗം അറിയാവുന്നവരാണ്. അവരിവിടെ നിന്ന് പോയിട്ടും അവർ ഇട്ടിട്ട് പോയ വിത്തെല്ലാം മുളച്ച് വിഷവൃക്ഷങ്ങളായിട്ട് ഇവിടെ വളർന്നു നിൽക്കുന്നു. ഇംഗ്ലണ്ട് ഇവിടെ നിന്ന് പോയിട്ടും അത്രയ്ക്ക് വിഷമുള്ള സർപ്പങ്ങളാണ് യൂറോപ്യൻസ്. അവർ തോറ്റുപോകുന്നു റാഡിക്കൽ ഇസ്ലാമിൻ്റെ മുമ്പിൽ. സോ ബി കെയർഫുൾ. അവർ പറഞ്ഞു ശരി, ഒക്കെ ചില കാര്യങ്ങൾ ടൈം വിൽ പ്രൂവ്. നമുക്കിപ്പോൾ ബോത്ത് സൈഡ് നമുക്ക് വെയിറ്റുള്ള ആർഗ്യുമെൻറ്റ്സ് വയ്ക്കാം. ഏത് തട്ട് താഴെ പോകും എന്നുള്ളത് നീതിയാണ്, അല്ലെങ്കിൽ കാലമാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ നിൽക്കുന്നു. ഏതായാലും റീസണബിളി ഒരു കാര്യം എനിക്ക് ഷുവറാണ്, മിക്കവാറും 2027 മുമ്പ് POK നമ്മൾ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ POK തന്നെത്താനെ ലയിക്കാൻ തീരുമാനമെടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ പ്രശ്നക്കാർ ജ്യോതിഷി അടുത്ത് പോകുന്നത്. പ്രശ്നം വരുമ്പോൾ എനിക്കിതിലുള്ള ആങ്സൈറ്റി കൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇതുപോലെ അസ്ട്രോളജേഴ്സ് ഉണ്ട്, വളരെ രസമാണ്. അവർ ഹിന്ദിക്കാരാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നുന്നൊരു സ്ത്രീയുണ്ട്. അവരുടെ യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടു. അവരോട് ഈ ചോദ്യം വരുന്നത്, അവർ ആസാമിൽ എന്ത് സംഭവിക്കും, ബംഗാളിൽ എന്ത് സംഭവിക്കും. ബംഗാളിൽ ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ, 2029 വരെ ബംഗാളിൽ അക്രമം നിലനിൽക്കുമെന്നാണ്. 29 കഴിഞ്ഞിട്ടേ ബംഗാളിൽ ശാന്തി കാണുന്നുള്ളൂ. 29 വരെ ഇറ്റ് വിൽ ബി ഹൈലി ഡിസ്റ്റർബിങ്. അടിപിടി, ബഹളം, വെടിവെപ്പ്, ആഭ്യന്തര കലഹം, ആദ്യം ഇതൊക്കെ ആയിട്ട്. അയ്യോ, അപ്പോൾ അതുവരെ മമതാ ദീദി തുടരുന്നു. മമത തുടരുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഗ്രഹനില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് കുഴപ്പങ്ങൾ തുടരും. അത് മമത കാരണമാകാം, വേറെ ആരെങ്കിലും കാരണമാകാം, ഏതായാലും മനസ്സമാധാനം അവിടെ ഉണ്ടാവില്ല. ഇത് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാൾ. അപ്പോൾ ഈ POKയുടെ കാര്യം അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു POK അത് ഒരു 1.5 വർഷം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 27. അവർ പറഞ്ഞു ഒരു 1.5 വർഷം. അത്
ഓ തോ ലേക്കേ ഹി രഹേംഗെ. അവർ പറഞ്ഞു അത് നമുക്ക് മനസ്സില്ലെങ്കിൽ പോലും നമുക്കത് എടുക്കേണ്ടി വരും. ചില ഭാരങ്ങൾ അങ്ങനെയാണ്, നമുക്കത് എടുക്കാൻ മനസ്സില്ല, പക്ഷേ അത് എടുക്കാതെ നമുക്ക് അവിടെ നിന്ന് കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പോകുമ്പോൾ ഇത് കൂടെ വരും. അപ്പോൾ അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ POKയിൽ വരുമെന്നാണ് ഈ അസ്ട്രോളജർ സ്ത്രീ പ്രവചിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഏകദേശം സർക്കാരിൻ്റെ തീരുമാനവും ഈ പ്രശ്നം വെച്ച് നോക്കിയ ഡിസിഷനും ഏകദേശം മാച്ച് ചെയ്ത് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു യുദ്ധം നടക്കില്ലേ? മാത്രമല്ല ഈ എക്സൈറ്റിന് എന്ത് ചെയ്യും അപ്പോൾ? അതൊക്കെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നോക്ക് POKയിൽ അവരുടെ സമരം ജസ്റ്റിഫൈഡാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അവർ പറയുന്നത് ഞങ്ങളാണ് പാകിസ്ഥാനിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ നമ്പർ 1. ആ ഭാഗത്താണ് ഈ നമ്മളുടെ ജലവൈദ്യുത പദ്ധതികൾ കൂടുതലും ആ ഭാഗത്താണ്. 2 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ 19 രൂപയാണ് ഒരു യൂണിറ്റിന് പാകിസ്ഥാനിലെ റേറ്റ്. ആ 19 രൂപ ഞങ്ങളും കൊടുക്കണമെങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി എനിക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ 2 രൂപയ്ക്ക് ഞാൻ ഉണ്ടാക്കണം, എന്നിട്ട് 19 രൂപയ്ക്ക് ഞാൻ തന്നെ മേടിക്കണം. ഇതെന്ത് പരിപാടിയാണ്? വാസ്തവത്തിൽ ലോജിക്കലി ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ ഇടുക്കിക്കാർ പറയുകയാണ് ഞങ്ങൾ 1.5 രൂപയ്ക്കാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്, എന്നിട്ട് എറണാകുളത്തുകാർ 6 രൂപയ്ക്ക് വൈദ്യുതി മേടിക്കുന്നു, ഞങ്ങളും 6 രൂപയ്ക്ക് മേടിക്കുന്നു. ഇതെന്ത് മര്യാദ എന്ന് ഇടുക്കിക്കാർ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെ ഒരു ചോദ്യമാണ് POKയിലെ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും യോജിപ്പാണ്. അവർ പറയുന്നത് ഞങ്ങൾ ആസാദ് കാശ്മീരാണെന്ന്, ഞങ്ങൾ പാകിസ്ഥാനല്ല. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ ആസാദ് കാശ്മീരാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് ശരിയാകുന്നത്. ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമല്ല, ആസാദ് കാശ്മീരാണ്. നിങ്ങൾ ബലം പ്രയോഗിച്ച് ഞങ്ങളുടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു, ഞങ്ങളെ ഒപ്രസ് ചെയ്യുന്നു. അപ്പോൾ ന്യായം ഇവർ പറയുന്നതല്ലേ? അപ്പോൾ അങ്ങനെ 2 വശത്തും ന്യായമുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. അതാ ബേസിക്കലി ഞാൻ പറഞ്ഞത്, സ്വന്തം ജനങ്ങളാണ് പാകിസ്ഥാൻ, ഇത് നമ്മുടെ ആൾക്കാരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ അവിടെ വെടിവെക്കുകയില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ആരെങ്കിലും അവിടെ ചാടി വീഴും, സംസാരിക്കാമെന്ന് പറയും, ചർച്ച ചെയ്യാമെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ വെടിവെച്ച് തീർക്കുക. എത്ര പേര് 10-200 പേരെ കൊന്നു, 500 പേർക്ക് 400 ആയെന്ന് പറയുന്നു. അത് എണ്ണം ഇങ്ങനെ കൂടി വരും. അവർ ഭയങ്കര ഡയറിങ്ങുമാണ്. പാകിസ്ഥാൻ്റെ ഈ ബിഹേവിയർ ഉണ്ടല്ലോ, ഈ പഞ്ചാബി മുസ്ലിംസ് മാത്രമാണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ. ബാക്കിയുള്ളവരൊക്കെ എന്തോ ആശ്രിതരോ വേലക്കാരോ ഒക്കെയാണ്. ബലൂചിസ്ഥാനിലെ ആൾക്കാർ, സിന്ധിലെ ആൾക്കാർ, ഈ പാക്കൊക്കെ ഉപ്പേൽ കാശ്മീർ, ഇപ്പം അവരുടെ അജിറ്റേഷൻ മൊത്തം POKയിൽ പോയിട്ടില്ല. ഗിൽഗിറ്റ് ബാൾക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വടക്കുള്ള കുറേ സ്ഥലങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കലാപം അങ്ങോട്ട് വ്യാപിക്കും താമസിയാതെ. ഇവരൊക്കെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാണ്. പഞ്ചാബി മുസ്ലിംസാണ് ഇവിടെ വലിയ ആൾക്കാർ, സുന്ദരന്മാർ, സ്വാധീനമുള്ളവർ, പട്ടാളക്കാർ, ഇവരൊക്കെ. ഇവർ കൂടുതലും രാജസ്ഥാനിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ ഒക്കെ പോയ ഹിന്ദുക്കൾ കൺവേർട്ടായവർ, ഇവിടെ വെച്ച് കൺവേർട്ടാകുകയും ഓടി അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്ത മിക്സ് സാധനമാണ്. ഈ നമ്മളുടെ ആസിം മുനീറൊക്കെ പ്യുവർ മുസ്ലിമല്ല. അയാളുടെ അച്ഛൻ ഹിന്ദു ആയിരുന്നു, അച്ഛൻ കൺവേർട്ട് ചെയ്തതാണ്. അങ്ങനെ ആസിം മുനീർ മുസ്ലിമായി. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമാണ് അവരുടെ. ബട്ട് സ്റ്റിൽ പഞ്ചാബി മുസ്ലിംസ് ഫീൽ ദാറ്റ് പാകിസ്ഥാൻ ബിലോങ്സ് ടു അസ്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, ബട്ട് ചോട്ടാകളാണ്, സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ്. ഈ ബംഗ്ലാദേശ് ഉണ്ടാകാൻ കാരണം ഈ ഒരു മനോഭാവം ആയിരുന്നല്ലോ. അതെ. ബംഗ്ലാദേശിന് അവർക്കാണ് കൂടുതൽ MP-മാർ, ജനസംഖ്യ കൂടുതൽ അപ്പുറത്തായിരുന്നു. MP-മാർ കൂടുതൽ അവരുടെ ആണെങ്കിലും ഭരണം ഇവരുടെയാണ്, പടിഞ്ഞാറൻ പാകിസ്ഥാനികളുടെ. അങ്ങനെയാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. ബംഗാളികൾ ഇവർക്ക് വെറുപ്പാണ്. ബംഗാളികൾക്ക് പൊക്കം കുറവാണ്, ബംഗാളികൾ കറുത്തവരാണ്, പതിഞ്ഞ മൂക്കുള്ളവരാണ്. ഇതൊക്കെ പാകിസ്ഥാൻകാർക്ക് വെറുപ്പാണ്. പാകിസ്ഥാൻകാർക്ക് ഈ പത്താൻ ഒറിജിനുള്ള അവരുടെ ഈ ഇമ്രാൻ ഖാനൊക്കെ ഇല്ലേ, സുന്ദരൻ, മുഖത്ത് ചോര തൊട്ടെടുക്കാം, അത്രയ്ക്ക് വസീം അക്രം മോഡൽ, ആ മോഡൽ അവരായിരിക്കണം ഭരണാധികാരി. അല്ലാതെ ഈ ബംഗ്ലാദേശിയാരെ ചുമ്മാ ഒരുമാതിരി 5 അടി പൊക്കം തികച്ചില്ല, പതിഞ്ഞ മൂക്കുമൊക്കെ ആയിട്ട് ബംഗാളിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. അപ്പം ലുക്ക് അറ്റ് മമതാ ബാനർജി, പൊക്കം വളരെ കുറഞ്ഞ് മെലിഞ്ഞ് അങ്ങനെ.
അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് പരമസുന്ദരികളെ വേണം. ബേനസീർ ഭുട്ടോ വിശ്വൈക സുന്ദരിയായിരുന്നല്ലോ കണ്ടാൽ. സത്യമാണ് താനും കേട്ടോ, കണ്ടാൽ പരമസുന്ദരി സുന്ദരന്മാരാണ് ഇവരൊക്കെ. അത്തരം കോംപ്ലക്സൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ. ഇനി ലാസ്റ്റിൽ ഒരു ചോദ്യം കൂടെ, അതായത് ഇങ്ങനെ വരുമ്പോൾ മതം എന്നതിനപ്പുറത്തേക്ക് അപ്പോൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, മതം എന്ന പേരിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ ഒരു ബംഗ്ലാദേശും പാകിസ്ഥാനും രണ്ടായി മാറിയപ്പോൾ വംശീയതയും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഇസ്ലാമിനെ പോലും ബാധിക്കുന്നുണ്ട് എന്നൊരു ഇതല്ലേ അതിൽ വരുന്നത്. അതെ അതെ അതെ. ഈ മതം ഒരു സ്റ്റാറ്റിക് സാധനമല്ല, മതം അല്ലാതെ ഡൈനമിക്കാണ്. കാലം ചെല്ലുന്തോറും മതത്തിൽ വിഭാഗങ്ങൾ ഉണ്ടായി വരും എന്തെങ്കിലുമൊക്കെ കാരണവശാൽ. ഭാരതത്തിലും അത് സംഭവിച്ചിട്ടില്ലേ? ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതമുണ്ടോ? ഇല്ല. ഹിന്ദു മതങ്ങളേ ഉള്ളൂ, ഒരുപാട് ഹിന്ദു മതങ്ങൾ. ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായം, ഓരോ വിശ്വാസം. പലപ്പോഴും നമ്മൾ പരസ്പരം അംഗീകരിക്കും, പക്ഷേ ഫോളോ ചെയ്യില്ല. അതാണ് ഹിന്ദുവിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് മതം വെച്ച് നിങ്ങൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. മതരാഷ്ട്രം ഉണ്ടാക്കാം, തൽക്കാലം ഉണ്ടായി, പക്ഷേ അത് കഷ്ണം കഷ്ണമായിട്ട് പോകും. ഈ GCC രാജ്യങ്ങൾ മുഴുവൻ മതമാണ്, മുസ്ലിമാണ്. എന്നിട്ട് വേറെ വേറെ രാജ്യങ്ങളല്ലേ. മുസ്ലിമാണ്, മുസ്ലിങ്ങൾക്കുള്ളിൽ തന്നെ സുന്നികളാണ് എല്ലാം. സൗദി അറേബ്യ സുന്നിയാണ്, UAE സുന്നിയാണ്, ഒമാൻ സുന്നിയാണ്, ഖത്തർ സുന്നിയാണ്, ഒക്കെ സുന്നിയാണ്. എന്നിട്ടും അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല, ഒരു വേറെ വേറെ രാജ്യങ്ങളാണ്. അപ്പോൾ അത് മതമായാലും മതത്തിനുള്ളിലെ ഒരു വിഭാഗമായാൽ പോലും അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. അതൊരു പല ലെയറിലുള്ള ഐഡൻറ്റിറ്റിയിൽ ഒരു ഐഡൻറ്റിറ്റി മാത്രമാണ് ഈ മതം. അതിനെ ഒരു ഗ്രേറ്റഡ് ഐഡൻറ്റിറ്റി രാഷ്ട്രം ആക്കണമെങ്കിൽ അതിൽ കൾച്ചർ ചേർക്കണം. ഇത് കൃത്യമായിട്ട് ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങനൊരു മിക്സ് ഉണ്ടാക്കാൻ ഭാരതത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാരണം എല്ലാ മതങ്ങളും ഭാരതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഭാരതമാണ് അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട്. അപ്പോൾ ഒരു കുടുംബമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചേട്ടനും അനിയനും ഒക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അമ്മയൊന്നാണ്, നമ്മളൊരു കുടുംബമാണ്, തറവാടാണ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഭാരതത്തിന് പല മതങ്ങളുണ്ടായിട്ടും ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നത്.